നീറ്റ് UGC നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു. അതുകൊണ്ട് പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പരീക്ഷ വീണ്ടും നടത്തുന്നതിനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു. നമ്മുടെ രാജ്യത്തെ ചോദ്യപേപ്പർ ചോരുന്നത് ഇതാദ്യത്തെ സംഭവമല്ല, വളരെ വർഷങ്ങളായി ഉണ്ട്. പ്രത്യേകിച്ചും ഈ എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിസിൻ തുടങ്ങിയിട്ടുള്ള വലിയ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിനുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളുടെ ചോദ്യപേപ്പറുകളാണ് ചോരുന്നത്. ഇത് ആരാണിതിൻ്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തും തന്നെ ഈ കോച്ചിങ് സെൻറ്ററുകൾ നടത്തുന്നുണ്ട്. അവരൊക്കെ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ജയിക്കുന്നത് എന്ന് വരുമ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രയോജനമുണ്ടാക്കും. അതുകൊണ്ട് അവരെന്ത് വില കൊടുത്തും ഈ ചോദ്യപേപ്പറുകൾ നേരത്തെ ചോർത്തിയെടുത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സമ്പ്രദായമാണ് തുടർന്ന് വരുന്നത്. ഇതിനെ ഡീൽ ചെയ്യാൻ നമ്മുടെ രാജ്യത്തൊരു നിയമമില്ലായിരുന്നു. അതാണ് മറ്റൊരു ദുഃഖസത്യം. പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും ഒക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് കേസുകളൊക്കെ എടുത്തോണ്ടി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു 2024. അതിൻ്റെ പേര് പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. ഇത് ഒരാൾ കുറ്റം ചെയ്താൽ അയാളെ 3 മുതൽ 5 വരെ വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കാം. ഇനി മാഫിയയാണ് കുറ്റം ചെയ്യുന്നതെങ്കിലോ അവരെ 5 മുതൽ 10 വർഷത്തേക്ക് ശിക്ഷിക്കാം. പക്ഷെ ഇന്ന് വരെ ചോദ്യപേപ്പർ ചോർന്ന ഒരു കേസിൽ ആരെയും ശിക്ഷിച്ച ചരിത്രമുണ്ടായിട്ടില്ല. കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് പേഴ്സണലായിട്ടല്ല ആളുകൾ അഗ്രീഡ് ആവുന്നത്, മൊത്തത്തിലാണ്. അപ്പോൾ ഇതിന് മുൻപന്തിയിൽ നിന്ന് അഗ്രീഡ് ആയിട്ടുള്ളവർ കേസ് നടത്താനായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം റിമാൻഡിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ ജാമ്യം എടുത്ത് പുറത്തിറങ്ങും. പിന്നെ കേസ് തെളിവിലേക്ക് വരാൻ, വിസ്താരമൊക്കെ നടക്കാൻ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും സാക്ഷികളെയും കിട്ടില്ല. അതാ കിട്ടുന്ന സാക്ഷികളെ ഈ പ്രതികൾ തന്നെ അവർ കൈകാര്യം ചെയ്തോളും. അത് അവരെ സ്വാധീനിച്ച് പരീക്ഷാ പേപ്പർ ചോർത്താൻ കഴിയുന്നവർക്ക് ഈ സാക്ഷികളെ വീഴ്ത്താൻ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് പോകും. അതാണ് നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥിതിവിശേഷം. ഇതിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റുമോ? ഇവിടെ ഒരു കുട്ടി ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രിപ്പറേഷൻ, അതിനുവേണ്ടി നടത്തുന്ന അധ്വാനം, അതിനുവേണ്ടി നടത്തുന്ന അന്വേഷണങ്ങൾ, അതിനുവേണ്ടി നടക്കുന്ന ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ, ഇതെല്ലാം സംഘടിപ്പിച്ച് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതിനു വേണ്ടി എടുക്കുന്ന സമയം, ഒരു കുട്ടി എടുക്കുന്ന ഈ ഒരു എഫേർട്ടിനെ ലക്ഷങ്ങൾ കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? ലക്ഷങ്ങൾ കൊണ്ട്. ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കുട്ടികളുടെ എഫേർട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതിന് നിസ്സാരമായിട്ട് കാണാനൊക്കെ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കൃത്യമാണ്. ഇറ്റ് ഈസ് എ ഹീനിയസ് ഓഫൻസ്. ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യം, സ്ഥാപനങ്ങളുടെ സ്ഥാപിത താല്പര്യം, ഇതിനൊക്കെ വേണ്ടി നിന്ന് കൊടുക്കുന്ന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, ഇവരെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൊണ്ടുവന്ന നിയമം പോലും പര്യാപ്തമല്ല. പിന്നെ എന്താ ഒരു പോംവഴി? ഇനി 10 എന്നുള്ളത് 15 ആക്കിയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിക്ഷിക്കുന്നെങ്കിലല്ലേ അകത്തിടാൻ നോക്കൂ. അതിനുള്ള അവസരം ഉണ്ടാകില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ശിക്ഷ പോരാ, നടപടി പോരാ. പിന്നെന്താ നടപടി? ഒറ്റ നടപടിയേ ഉള്ളൂ. ഇവനെയൊന്നും ഭൂമിക്ക് മേൽ വെച്ചേക്കാൻ പാടില്ല. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ തകർത്തെറിയുന്ന, ചവിട്ടി നശിപ്പിക്കുന്ന, കുട്ടികളുടെ ഭാവിയും അവരുടെ വിചാരങ്ങളെയും ചവിട്ടി നശിപ്പിക്കുന്ന ഈ മാഫിയകളെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഈ പരീക്ഷാ സെൻറ്ററുകൾ ഈ കോച്ചിങ് നടത്തുന്നവന്മാരുൾപ്പെടെയുള്ളവന്മാരെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അതേപോലെ ഭീകരമായിട്ടുള്ള ഹീനമായുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ തട്ടുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. നമ്മുടെ യോഗി ആരംഭിച്ചതാണ്.
വലിയ വലിയ ക്രിമിനലുകൾ എൻകൗണ്ടറിൽ, അപകടങ്ങളിൽ മരിക്കുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ സംഘടിതമായിട്ടുള്ള കയ്യേറ്റങ്ങളെ ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിക്കുന്നു, അടിച്ച് നിരത്തുന്നു. നിയമപരമാണോ ഇതെല്ലാം? ഇതൊന്നും നിയമപരമല്ല. ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്ത്, മറുപടി കേട്ട്, വാദം കേട്ട്, പിന്നെ കോടതി പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി വരെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒഴിപ്പിക്കൽ നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ഇന്ന് നടന്നു വരുന്ന വളരെ ഹാർഷായിട്ടുള്ള ശിക്ഷാ നടപടികൾ തന്നെ വേണം. ഒരുപക്ഷെ ചോദിക്കും, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള പഴഞ്ചൻ നിയമമാണോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. ഈ പഴഞ്ചൻ നിയമം കൊണ്ടുവന്നൊരു മണ്ടന്മാരല്ല. അവർക്കറിയാം ഇതൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ, അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷ തന്നെ നടത്തണം. ഈ ലക്ഷക്കണക്കിന് കുട്ടികളെ ദുരിതത്തിലാക്കുന്ന, ഭാവിയെ നശിപ്പിക്കുന്ന, നമ്മൾ ആലോചിക്കണം, അവർക്ക് 1-2 മാസം പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ 2-3 മാസങ്ങൾ നഷ്ടപ്പെടുകയാണ്. ആര് സമാധാനം പറയും? ആര് കോമ്പൻസേഷൻ കൊടുക്കും? അപ്പോൾ ഇത് വളരെ വളരെ ഹീനമായൊരു കുറ്റമാണ്. ഈ ആക്ട് തന്നെ ദുർബലമാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വളരെ ഹാർഷായിട്ടുള്ള, വളരെ ഈ ഹീനകൃത്യത്തിന് അങ്ങേയറ്റം കഠിനമായിട്ടുള്ള, ജീവിച്ചിരിക്കാൻ പോലും അവസരം നൽകാത്ത തരത്തിലുള്ള ശിക്ഷാവിധികൾ വേണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അജ്ഞാതർ പലരെയും കാച്ചുന്നുണ്ട്. അജ്ഞാതർ, ഒരു ഗ്രൂപ്പ് അജ്ഞാതർ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. ഈ അജ്ഞാതർ എവനെയൊക്കെ വെടിവെച്ച് കൊന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിയമം കൊണ്ടോ ഉപദേശം കൊണ്ടോ ഇതൊന്നും പാടില്ല. ഈ രാഷ്ട്രത്തെ വാർത്തെടുക്കേണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് യവന്മാർ വേട്ടയാടുന്നത്, ചവിട്ടി തേക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിക്ഷ മരണശിക്ഷ തന്നെ ആയിരിക്കണം. 27/11/2019 ഹൈദരാബാദിൽ 27 വയസ്സുണ്ടായിരുന്ന ഒരു വെറ്റിനറി ഡോക്ടർ ടോൾ പ്ലാസയുടെ സമീപം തൻ്റെ സ്കൂട്ടർ വെച്ചിട്ട് അടുത്തെവിടെയോ പോയി. തിരികെ വന്നപ്പോൾ ടയറിൽ കാറ്റ് നഷ്ടപ്പെട്ടതായി കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ലോറി ഡ്രൈവർമാരും ക്ലീനർമാരും ഉൾപ്പെടെ 4 പേർ അടുത്തെത്തി സഹായിക്കുന്നു എന്ന വ്യാജേന ഡോക്ടറെ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു, കൊന്നുകളഞ്ഞു. 6/12/2019 തന്നെ 4 പ്രതികളെയും ആന്ധ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു, വെടിവെച്ചു കൊന്നു. നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും അങ്ങേയറ്റം ആഘോഷിച്ചു, പടക്കങ്ങൾ പൊട്ടിയും ഒക്കെ. ഇരയുടെ അമ്മ പറഞ്ഞു, എൻ്റെ മകൾ മടങ്ങി വരത്തില്ല എന്നിരുന്നാലും ഇന്ന് അവളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ്. പ്രശ്നം സുപ്രീം കോടതിയുടെ മുൻപിലെത്തി. ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു, അന്വേഷിച്ചു. 10 പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ടും സമർപ്പിച്ചു. പക്ഷേ നാളിതുവരെ തെലങ്കാനയിലെ സർക്കാർ ഈ കേസിൽ പോലീസുകാർക്കെതിരെ കേസെടുക്കുന്നതിന് സാങ്ഷൻ നൽകിയിട്ടില്ല. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അത് ഇങ്ങനെ അനിശ്ചിതമായി തുടരുന്നു എന്ന് മാത്രം. ഒരു പക്ഷേ ആ പോലീസുകാർക്കെതിരെ കേസ് എടുത്താൽ സർക്കാർ താഴെ പോകും എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ജനങ്ങൾ അത്രമാത്രം സംതൃപ്തരായി ഈ പോലീസിന്റെ നടപടിയിലൂടെ. ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു പ്രതിയുടെ കൈയും കാലും അടിച്ചൊടിച്ച് തകർത്ത് പോലീസ്. വിജയ്ക്ക് ജയ്വിളി, പോലീസുകാർക്ക് അങ്ങേയറ്റം പുകഴ്ത്തൽ. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ നിയമ നടപടികൾ കുറ്റവാളികളെ കർശനമായി ശക്തമായി നേരിടുന്നതിനുള്ള അപര്യാപ്തതയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന നീതി നിർവഹണം ജനങ്ങൾക്ക് യാതൊരു നീതിയും നൽകുന്നില്ല. ജനങ്ങൾ നിരാശരാണ്. നമുക്കറിയാം കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം.
ഇത്തരത്തിലുള്ള രാജ്യവ്യാപകമായി വലിയ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കുറ്റവാളികളെ ഇങ്ങനെ വിചാരണയുടെ പേരിൽ നീട്ടി 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 കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന നടപടിയല്ല നമുക്ക് വേണ്ടത്. ഉടൻ നടപടികൾ വേണം, തീർത്തിരിക്കണം. ഈ മനുഷ്യരാശിക്കെതിരെ, മനുഷ്യത്വത്തിനെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമെന്ത് എന്ന് സർക്കാരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.